തമിഴിലെ പ്രമുഖ നടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടൻ രവി മോഹൻ. നടിയുടെ പേര് നേരിട്ട് പരാമർശിക്കാതെയാണ് രവി മോഹൻ ആരോപണം ഉന്നയിച്ചത്. തന്റെ വ്യക്തിജീവിതത്തിൽ കയറി കളിക്കാൻ എന്ത് യോഗ്യതയാണ് ആ നടിക്കെന്നും രവി മോഹൻ ചോദിച്ചു. 4 വർഷമായി മുൻ ഭാര്യ ആരതിയുമായി യാതൊരു ബന്ധവുമില്ല. ആരതി മരിച്ചു കളയും എന്നു പറഞ്ഞ് കൈമുറിച്ചാണ് വിവാഹം നടന്നത്. ഇപ്പോൾ തന്റെയും അവസ്ഥ അതുതന്നെയാണ്. ആ വീട്ടിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് ഒരു മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങിയതെന്ന് രവി മോഹൻ പറഞ്ഞു. തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ച പെൺകുട്ടിയെ ഓടിച്ചു വിട്ടെന്നും രവിമോഹൻ ആരോപിച്ചു. രവിമോഹന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: 3 അക്ഷരത്തിൽ പേരുള്ള ഒരു നടിയുണ്ടല്ലോ, ഇഡലി നടികെ. അവരും എൻ്റെ പേര് നേരിട്ട് പരാമർശിക്കാതെയാണ് ഓരോന്ന് പറയുന്നത്. അവരുടെ തലമുറയിൽപ്പെട്ട 3 സീനിയർ നായികമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവർ അവരുടെ കുടുംബം തന്നെ നശിപ്പിച്ചു എന്ന്. അവരാണിപ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ വരുന്നത്. വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ ഞാൻ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ് വഴുതി മാറും. ഇതൊക്കെ എന്ത് നാടകമാണ്? എന്നെക്കുറിച്ച് പറയാൻ ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എന്തൊക്കെ തരം മനുഷ്യരാണ് മനസ്സിലാകുന്നില്ല. പക്ഷേ എൻ്റെ വ്യക്തിജീവിതത്തിൽ കയറി കളിക്കരുത്. നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എനിക്കെതിരെ കൂടോത്രം വരെ ചെയ്തു. അവർ പറയുന്നത് മാത്രം കേൾക്കാൻ പണ്ടും അവർ ഇത് ചെയ്തിട്ടുണ്ട്. എനിക്കതൊന്നെല്ലാം അറിയാമായിരുന്നു. പക്ഷേ അപ്പയും അമ്മയും എന്നെ പഠിപ്പിച്ച സംസ്കാരം മൂലം ഞാനത് സഹിച്ചു. എത്ര വർഷം പിന്നിൽ നിന്ന് എന്നെ കുത്തുകയായിരുന്നു. ഞാനിതൊന്നും അറിയുന്നില്ല എന്നാണ് അവർ കരുതിയത്. അവർ മാറുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. പക്ഷേ സമാധാനമില്ലാതായാൽ എന്തും ചെയ്യും. ഒരു ബഹുമാനമില്ലെങ്കിൽ എന്തും ചെയ്യും. അത്രയും അടിസ്ഥാനപരമായ കാര്യങ്ങളല്ലേ ചോദിച്ചുള്ളൂ. ഇതിലെന്ത് ആൺ പെൺ വിഷയം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഞാൻ കുറച്ചുകാലം ഒരാളുടെ കൂടെ ഒരുമിച്ച് നടക്കുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നം. 2 വർഷം ഞാൻ ഹോട്ടലിൽ താമസിച്ചു. അതൊന്നും ആർക്കും അറിയില്ല. കാരണം അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 4 വർഷമായി എനിക്ക് ആരതിയുമായി യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ നടക്കുന്നത് മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ. അത് ചേർത്ത് വെച്ചാണ് ഇപ്പോൾ ഓരോന്ന് അടിച്ചു വിടുന്നത്. AI വെച്ച് ഓരോ തെളിവുകൾ ഉണ്ടാക്കുന്നു. എൻ്റെ കയ്യിൽ യഥാർത്ഥ തെളിവുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ? ഒരാളുടെ ജീവിതം വെച്ച് കളിക്കരുത്. ഒരാളുടെ ഇമേജ് വെച്ച് കളിക്കരുത്. എന്ത് നടന്നതെന്ന് നിങ്ങൾക്കറിയാമോ? സൈബർ ആക്രമണം മൂലം എത്ര പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നറിയാമോ? ഞാനും പോകും. സൈബർ ആക്രമണം നടത്തുന്ന ഓരോ പുഴുക്കുത്തുകൾ. നിങ്ങൾക്ക് നാണമില്ലേ? ആദ്യ ദിവസം മുതൽ അന്യായമാണ് നടന്നത്. അവർ മരിച്ചു കളയുമെന്നും പറഞ്ഞ് കൈമുറിച്ചാണ് ഈ വിവാഹം നടന്നത്. വേണമെങ്കിൽ ഫോട്ടോ എടുത്തു നോക്കൂ. ഇപ്പോൾ ഇതാ എന്നെയും ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. അവിടെ നിന്ന് പുറത്തു വന്നതിനു ശേഷമാണ് മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങിയത്. എൻ്റെ കൂടെയുള്ളവർക്കറിയാം. എന്നെ സ്വന്തം വീട്ടുകാരിൽ നിന്ന് പിരിച്ചു കൊണ്ടുവന്നിട്ട് അത് ചെയ്യേ ഇത് ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് അവിടെയും ഇവിടെയും പോയി സിനിമ ചെയ്ത് 3 സിനിമകൾ എൻ്റെ പരാജയപ്പെട്ടു. അവരുടെ പ്രൊഡക്ഷനിൽ തന്നെ ഉള്ള സിനിമകൾ. ഒന്ന് തീരും മുമ്പ് മറ്റൊന്ന്. ഞാൻ പുറത്തു പടം ചെയ്യാൻ പാടില്ല. ഞാൻ എന്താ അവരുടെ കമ്പനി ആർട്ടിസ്റ്റാണോ? ഒരു സീരിയൽ ആർട്ടിസ്റ്റ് പോലെ ആ കമ്പനിയിൽ തന്നെ ഒതുക്കി നിർത്തുകയായിരുന്നു. അതിൽ നിന്ന് ഞാൻ പുറത്തു വരാൻ പാടില്ല. അവർ പറയുന്നത് പോലെയുള്ള സിനിമകൾ മാത്രം ചെയ്യണം. ഫോളോവേഴ്സിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നെ അറിയാൻ ശ്രമിച്ച പെൺകുട്ടിയെ നിങ്ങൾ ഓടിച്ചു വിട്ടു. അവർ കൃത്യമായി ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അല്ലാതെ വേറൊരാളുടെ സമ്പാദ്യത്തിൽ സുഖിച്ച് ജീവിച്ച് എന്നെ വാടക വീട്ടിൽ തള്ളിയിടുന്ന പരിപാടിയല്ല അവർ ചെയ്യുന്നത്. കെനീഷ എവിടെയായിരുന്ന